കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ വിവാഹത്തിൽ എനിക്കും പങ്കെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നു. അതിലുപരിയായിട്ട് കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്ന ഈ നല്ല ഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ മൈക്ക് ഇങ്ങോട്ട് തിരിച്ചു വെച്ചത് ഇന്ന് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോടാണ് പറയാനുള്ളത്. അതുകൊണ്ടാണ് രണ്ടുപേരുടെയും മുഖത്തോട്ട് എല്ലാവരും ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. രണ്ടുപേരുടെ മുഖത്തോട്ട് ഞാൻ അവരുടെ മുഖത്ത് നോക്കി ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവാം. ആദ്യം ജോഷിയിൽ തുടങ്ങാം. ഞങ്ങളുടെ സ്ഥലസഭയിലെ പുരാതനമായ ഒരു കുടുംബത്തിലെ പല പ്രിയപ്പെട്ടവരെയും ഓർമ്മ വരുന്നുണ്ടെങ്കിലും അവിടെ ഒരു നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ടായിരുന്നു. ജോഷിൻ്റെ വല്യമ്മച്ചി ഞങ്ങളുടെ സഭയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു ആ പ്രിയ മാതാവ്. പ്രിയ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോയിച്ചാന്, ഷീലമാമ, അവർക്ക് ദാനമായിട്ട് കൊടുത്ത 2 മക്കൾ. മകൾ കുടുംബമായിട്ട് അവർ കുവൈറ്റിലായിരിക്കുന്നു, ഇവിടെ ഇല്ല. പ്രിയ ജോഷി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ജോഷിയെ കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയിക്കാൻ ഞങ്ങൾ പെടുന്ന പാട്. വളരെ സൗമ്യനാണ്, വളരെ താഴ്മയോടുകൂടെ, വളരെ സൗമ്യതയോടുകൂടെ. മിണ്ടാറൊക്കെ ഉണ്ട്, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇനി മിണ്ടിക്കോളുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മോൾ ഇച്ചിരി മിണ്ടുന്ന കാര്യത്തിൽ ഇച്ചിരി മുമ്പിലുമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെയാണല്ലോ ദൈവം യോജിപ്പിക്കുന്നത്. ജോഷിൻ്റെ ആ സൗമ്യത, സാധാരണ സഹോദരിമാർക്കാണ് ഈ സൗമ്യതയൊക്കെ വേണമെന്ന് പറയാറുള്ളത്. പക്ഷെങ്കിൽ ബൈബിളിൽ സൗമ്യതയെക്കുറിച്ച് പറയുന്നതെല്ലാം പുരുഷന്മാരോടുള്ള ബന്ധത്തിലാണ് കൂടുതൽ. ജോഷിക്ക് ഇപ്പം സന്തോഷമായി. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. കർത്താവിൻ്റെ സൗമ്യത. പിന്നെ മോശയെക്കുറിച്ച് വായിക്കുന്നത്, മോശ ഭൂതലത്തിലൊക്കെയും വെച്ച് സകല മനുഷ്യരിലും ആരായിരുന്നു? വെറും സൗമ്യനല്ല, അതിസൗമ്യനായിരുന്നു. ഈ സൗമ്യത ഉള്ളവരെക്കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു പ്രശ്നമുണ്ട്. ഇവർ കോപിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ. പക്ഷെ അവരങ്ങനെ ഇങ്ങനെയൊന്നും കോപിക്കാറുമില്ല. ഞങ്ങളുടെ സ്ഥലസഭയിൽ ഒരു അങ്കിളുണ്ട്, വളരെ സൗമ്യനാണ്. അപ്പം ആ അങ്കിളിൻ്റെ വൈഫിനോട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചോദിച്ചു, ഈ അങ്കിള് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ, കോപിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ എൻ്റെ അച്ചായൻ കോപിച്ചത് ഞാൻ കണ്ടിട്ടില്ലെന്ന് ഭാര്യ പറയുക. ഇന്ന് വരെ. വേണമെങ്കിൽ കണ്ടുപിടിക്കാം, ഇവിടെ ഉണ്ട് ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സൗമ്യത നല്ലൊരു ലക്ഷണമാണ്. പ്രിയമകൾക്കും അത് വളരെ അത്യാവശ്യമാണ്. പ്രിയമോളെ നോക്കിയിട്ട് എനിക്കൊരു ജീവനും ചൈതന്യവും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒരിച്ചിരി പ്രകാശവും ഒരിച്ചിരി ജീവനും ഒരിച്ചിരി ചൈതന്യവും ഒക്കെ കാണുന്നുണ്ട്. ഞാൻ ഒരു അഭിനന്ദനം ആദ്യം തരാനായിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ 2 സ്വഭാവ ഗുണങ്ങളും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മുന്നോട്ട് നിങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടുന്ന എല്ലാ ദൈവകൃപയും തന്ന് നിങ്ങളെ നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ ചുരുക്കമായിട്ട് പ്രിയ ദൈവദാസൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ആലോചന പറഞ്ഞു തന്നു. ഇനിയും നമ്മുടെ മുമ്പാകെ സമയം വളരെ ചുരുക്കമാണ്. എങ്കിലും ഓടിച്ച് ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ദൈവാത്മാവ് തന്ന ചില ആലോചനകൾ പറയുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് അത് കേൾക്കുക. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് ഞാൻ വായിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരുപ്പേൻ. ഇത് സഭയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ക്രിസ്തുവിനെയും സഭയെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ 2 പേരും ഇവിടെ ഇന്ന് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അവിടെ ഒരു വചനം ഇങ്ങനെയുണ്ട്, നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഏക ശരീരമായിട്ട് തീരാനായിട്ട് പോവുകയാണ്. ഫാമിലി എന്താണെന്നറിയാമോ? ഫാമിലി എന്ന് പറഞ്ഞാൽ അറിയാം, പക്ഷെ എന്നാലും ഞാൻ പെട്ടെന്നൊന്ന് പറയട്ടെ. ഫാമിലി, FAMILY, പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇറ്റ് ഈസ് ഫൗണ്ടഡ് ബൈ ഗോഡ്.
ഇത് ദൈവത്താൽ സ്ഥാപിതമാണ്. രണ്ടാമത്തെ അക്ഷരം എ. ഇറ്റ് ഈസ് അഡ്മിനിസ്റ്റേർഡ് ബൈ ഹസ്ബൻഡ്. മോള് വളരെ ശ്രദ്ധിച്ച് ഇത് കേൾക്കണം കേട്ടോ. കുടുംബം എന്ന് പറയുന്നത്, കുടുംബജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അഡ്മിനിസ്റ്റേർഡ് ബൈ ഹസ്ബൻഡ്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് അത് പറയുന്നു. മൂന്നാമത്തെ അക്ഷരം എം. FAM. മെയിൻറ്റെയിൻഡ് ബൈ വൈഫ്. അഡ്മിനിസ്ട്രേഷനൊക്കെ അവിടെയാണെന്നുണ്ടെങ്കിലും ഒരു പക്ഷെങ്കിൽ ചില പാകപ്പിഴകളും ചില കുറവുകളും ഒക്കെ ആ ഭാഗത്ത് വന്നേക്കാം. സഹോദരിമാരെക്കുറിച്ച് ഈ ബലഹീനപാത്രം എന്ന് പറയുന്നെങ്കിലും എൻ്റെ നോട്ടത്തിൽ ബലഹീനര് ഭർത്താക്കന്മാർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. സഹോദരിമാർക്ക് ഇച്ചിരി ബലം കൂടുതലാണെന്നോ ഈ കാര്യത്തിൽ എനിക്കറിയത്തില്ല. എങ്കിലും കുടുംബജീവിതത്തിൻ്റെ മെയിൻ്റനൻസ് അല്ല, മെയിൻറ്റെയിൻഡ് ബൈ. അത് എന്തു കുറവുണ്ടെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് ഭാര്യയായിരിക്കുന്ന സഹോദരിയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ മൂന്നക്ഷരമായി FAM. അടുത്ത അക്ഷരമാണ് I എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഇൻസ്ട്രക്റ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. കുടുംബജീവിതം അത് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവിലൂടെയുമാണ്. അടുത്ത അക്ഷരം എന്താണ്? L എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാമോ? എന്താണ് അത് ഡിനോട്ട് ചെയ്യുന്നതെന്ന്? ലവിങ് ഈച്ച് അതർ. അന്യോന്യം സ്നേഹിക്കുക. അത് കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും അവസാനത്തെ അക്ഷരം Y. എന്താണെന്നറിയാമോ? പറയാൻ സാധ്യതയില്ല. ഈൽഡഡ് ഈച്ച് അതർ. ഈൽഡിങ് ഈച്ച് അതർ. അന്യോന്യം കീഴ്പ്പെടുക എന്നാണ്. എന്നാൽ മറ്റൊരു വാക്യം ഞാൻ പറയാം, അന്യോന്യം സമർപ്പിക്കുക. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുവാൻ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്നാലും ഈ കൊലോസ്യ ലേഖനത്തിൽ ഞാൻ വായിച്ച വാക്യത്തോടുള്ള ബന്ധത്തിലും അതിനു മുന്നിലും പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ കുടുംബജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പോകുവാൻ പറഞ്ഞിരിക്കുന്ന ചില ഉപദേശങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. 12 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി, അത് നിങ്ങളോടുള്ള ബന്ധത്തിലാണെന്ന് അങ്ങ് ചിന്തിച്ചു കൊള്ളുക. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കണം. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കുടുംബജീവിതത്തിൻ്റെ പ്രാരംഭ നാളുകളിൽ MP ജോൺ സാറൊക്കെ പറയുന്ന പോലെ ചക്കരെ, പൊന്നെ, തേനെ, പാല്, എന്തൊക്കെ വിളിയാണ്. പക്ഷേ ഇത് കുറേ നാളങ്ങോട്ട് കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം. എന്നാൽ ഒരു കാരണവശാലും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ ഓർത്തിരിക്കുക, അവൾ പൊറുത്താൽ ഞാൻ പൊറുക്കാം, അല്ലെങ്കിൽ അദ്ദേഹം പൊറുത്താൽ ഞാൻ പൊറുക്കാം. അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും പാടില്ല. ദൈവവചനം പറയുന്നു, നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യണം? പൊറുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ക്ഷമിക്കുക എന്നുള്ളതിനും ഇച്ചിരി ഒരു പടിയുടെ മുന്നിലാണ് എന്ന് പറഞ്ഞാൽ മനഃപൂർവം പൊറുക്കുക. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, പറയേണ്ട ആവശ്യമില്ല എങ്കിലും ഞാനങ്ങ് പറയുക, ഒരുവന് വഴക്കുണ്ടായാൽ. ഞങ്ങളുടെ ദേവദാസന്മാരൊക്കെ പണ്ട് പറയാറുണ്ടായിരുന്നു, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷെങ്കിൽ ദൈവവചനം പറയുന്നു, ഒരുവന് വഴക്കുണ്ടായാൽ നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. എങ്ങനെ ക്ഷമിക്കണം? കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളാണ് ഒരു കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ വായിച്ച വാക്യം, ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ ഞാനത് പറയുകയുണ്ടായി. എന്താണ് ക്രിസ്തുവിൻ്റെ സമാധാനം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പേര് തന്നെ സമാധാന പ്രഭു എന്നാണ്.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമാധാനം സുവിശേഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് സമാധാനം ഉണ്ടാക്കി എന്ന് വായിക്കുന്നുണ്ട്. സമാധാനം ഒരിക്കലും ഉണ്ടായി വരുന്ന ഒന്നല്ല, ഓർത്തിരുന്നോണം. പക്ഷെ വഴക്കൊക്കെ ഉണ്ടായി വരും, പ്രയാസമുണ്ടായി വരും, കലഹമുണ്ടായി വരും. പക്ഷേ നിങ്ങൾ മനഃപൂർവ്വം സമാധാനം ഉണ്ടാക്കണം കുടുംബജീവിതത്തിൽ. അതിനാരാ മുൻകൈ എടുക്കണ്ടേ? മോള് ചിരിക്കുന്നു. പറഞ്ഞു, ആരാ മുൻകൈ എടുക്കണ്ടേ? ജോഷി മസിൽ പിടിച്ചിരിക്കുക, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന്. അങ്ങനെയല്ല, അന്യോന്യം നിങ്ങൾ മുൻകൈ എടുക്കണം. പക്ഷെങ്കിൽ സഹോദരിമാർ മുൻകൈ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സഹോദരന്മാരായിരിക്കും പിന്നെയും ഇച്ചിരൂടെ എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അന്യോന്യം നിങ്ങൾ ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, സഹിക്കുവാൻ, ഇതിനെല്ലാം ഇടയായി തീരുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനം ഹൃദയത്തിൽ വാഴുമ്പോഴാണ്. തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന ആ മനുഷ്യൻ്റെ കാലെടുത്ത് കർത്താവ് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് മുട്ടുകുത്തി അവൻ്റെ മുന്നിൽ നിന്ന് ആ കാല് കഴുകി തൻ്റെ കയ്യിലിരുന്ന തോർത്തെടുത്ത് അത് തുടയ്ക്കുവാനുണ്ടായ ക്രിസ്തുവിൻ്റെ സമാധാനം ഒരു കുടുംബജീവിതത്തിലുണ്ടായിരിക്കണം, ഒരു ദൈവദാസനുണ്ടായിരിക്കണം. അത്രയുണ്ടെങ്കിൽ പിന്നെ കുടുംബജീവിതം എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പോകും. തന്നെ തള്ളിപ്പറയാൻ പോകുന്ന പത്രോസ്, 3.5 വർഷം തൻ്റെ കൂടെ നിന്ന വത്സല ശിഷ്യന്മാർ കർത്താവിനെ വിട്ട് പിന്മാറിപ്പോയപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ഒരുക്കി ആ തടാകത്തിൻ്റെ തീരത്ത് തണുത്തുറഞ്ഞ ആ പ്രഭാതത്തിൽ, ആ മഞ്ഞുള്ള സമയത്ത് കാത്തിരിക്കുന്ന കർത്താവിൻ്റെ ഹൃദയത്തിൽ വാണ സമാധാനം ഒരു കുടുംബജീവിതത്തിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വിശേഷിച്ച് ഭർത്താവിൻ്റെ ഹൃദയത്തിൽ വാഴുകയാണെങ്കിൽ ആ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും, യാതൊരു സംശയവുമില്ല. നമ്മുടെയൊക്കെ സ്വഭാവം അനുസരിച്ച് ഇത്രത്തോളം നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹമായിട്ട് കരുതി നമ്മളോട് ക്ഷമിച്ച് നമ്മളെ ഇതുവരെ കൊണ്ടുവന്ന് ജയോത്സവമായിട്ട് നമ്മളെ നടത്തുന്ന ആ ദൈവത്തിനായിട്ട് സ്തോത്രം, ആ കർത്താവിനായിട്ട് സ്തോത്രം. ആ കർത്താവ് നമുക്ക് തരുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമാണ്. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ബുദ്ധിക്കെത്താത്ത സമാധാനം നമ്മുടെ കർത്താവ് നമുക്ക് തരും, നിങ്ങൾക്ക് ഇരുവർക്കും തരും. അതാണ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ക്രിസ്തുവിൻ്റെ സമാധാനം ഒരു രാജാവെന്ന പോലെ വാഴുവാൻ ഇടയായി തീരണം. അത് കഴിഞ്ഞിട്ട് 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ബ്രദറൻ പെന്തക്കോസ്ത് വചനത്തിൽ ഒരു കൂട്ടരും മുന്നിലാണ്, ഒരിച്ചിരി ഉണർവിൻ്റെ കാര്യത്തിൽ രണ്ടാമത്തെ കൂട്ടരും മുന്നിലാണ്. എങ്ങനെയായിരുന്നാലും നിങ്ങൾ കുടുംബജീവിതം വളരെ ഐക്യതയോടെ, സമാധാനത്തോടെ, ഒരു മനസ്സോടെ, ഒരേ വീക്ഷണത്തിൽ, ഒരേ പാതയിലൂടെ കർത്താവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കുടുംബജീവിതത്തിന് അല്ല, കർത്താവിനും സഭയ്ക്കും നിഴലായിരിക്കുന്ന നിങ്ങൾ കർത്താവിനോ ദൈവസഭയ്ക്കോ ഒരു കുറവുണ്ടാവാത്ത രീതിയിൽ, ഒരു പ്രയാസമുണ്ടാകാത്ത രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട വളരെ സമാധാനപൂർണമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സ്വർഗത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ, ആകാശത്തെ നിർമ്മിച്ച, മനുഷ്യനെ നിർമ്മിച്ച സ്വർഗത്തിലെ ദൈവത്താൽ നിങ്ങൾ ഇന്നു മുതൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. പ്രിയമകളെ, കർത്താവ് ധാരാളമായിട്ട് കൃപ നൽകട്ടെ. പ്രിയമകൾ ഇന്ന് കടന്നു ചെല്ലുന്ന ആ കുടുംബം, പ്രിയമകൾ കടന്നു വന്നിരിക്കുന്ന ഈ സ്ഥലം സഭ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരണം. പ്രിയമകളുടെ സാന്നിധ്യം, കുടുംബത്തിൻ്റെ സാന്നിധ്യം കർത്താവ് നമുക്കെല്ലാം സ്വർഗത്തിലെ കൃപ ധാരാളമായിട്ട് നൽകുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർത്താവിനും തിരുസഭയ്ക്കും ഒരു നിഴലായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ വിവാഹ നിശ്ചയം നടക്കുകയുണ്ടായി. ഇന്ന് വിവാഹവേദിയിൽ ഇവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് വന്നിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ ഇവിടെ വന്നിരുന്നുള്ളൂ. അതിൻ്റെ കാരണം ഒരു വിവാഹ നിശ്ചയം നടന്നതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ അല്ല, ഒരു വിവാഹ നിശ്ചയത്തിലേക്ക് ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ആ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ, രണ്ടാമത്തെ വരവിൽ
അതെങ്ങനെയാണ്? ആർക്കൊക്കെയാണ്? പ്രത്യേകിച്ച് ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, ബ്രദറുകാർക്കോ പെന്തക്കോസ്തുകാർക്ക് വേണ്ടിയോ CSAക്കാർക്കോ അങ്ങനെ ആർക്കു വേണ്ടിയുമല്ല. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർത്തിരിക്കുക. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് ഹൃദയത്തിൽ അംഗീകരിച്ച ഏതൊരു ദൈവ പൈതലിനും ആ വിവാഹത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരുവാനുള്ള ആ ഒരു ഭാഗ്യം, ഇന്നും ആ സൗഭാഗ്യം ഇവിടെ വിളംബരം ചെയ്യപ്പെടുകയാണ്. അതാണ് സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, സമാധാന ജീവിതം നയിക്കുവാൻ അങ്ങനെ ആർക്കെങ്കിലും ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല എങ്കിൽ ഇന്ന് അതിനൊരു മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ശുശ്രൂഷയിൽ നിന്ന് ഞാൻ പിൻവാങ്ങുകയാണ്. നിങ്ങൾക്കെല്ലാവിധ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തുടർന്നുള്ള വിവാഹ ശുശ്രൂഷ സോളംനൈസ് ചെയ്യുന്ന ദൈവദാസനും വേണ്ടുന്ന ദൈവകൃപ ധാരാളമായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഇരിക്കുന്നു. കർത്താവിൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.